ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ബട്ടൂറയേക്കാൾ ടേസ്റ്റിലുള്ള ഒരു പറാത്ത ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പറാത്തയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മൈദ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ 5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലൈറ്റ് ആയിട്ടുള്ളൊരു മധുരമാണ് ഉണ്ടാവുള്ളൂ. മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2.5 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈസ്റ്റ് മൈദയിൽ എല്ലാവിടെയും ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ മൈദ മെഷർ ചെയ്തത് ആ കപ്പിൽ തന്നെ 1 കപ്പ് തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. ഒട്ടും പൊളിയില്ലാത്ത നല്ല കട്ട തൈര് നോക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ ലൂസായിട്ട് വെള്ളം പോലെ ഇരിക്കുന്ന തൈരൊന്നും ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ പുളിയും ഒട്ടും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ പറാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് മീതെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. 1 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇത് നന്നായിട്ട് പൊന്തി വരും. പൊന്തി വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്ത് നമുക്കിത് പരത്തിയെടുക്കാം. ഇതിങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ അധിക സമയം നമ്മൾ വീണ്ടും വെക്കാനായിട്ട് പാടില്ല. അങ്ങനെ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ഈ മാവിനൊരു പുളിരസം വരും. അപ്പോൾ അതില്ലാതെ ഇത് പൊന്തി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് പരത്തി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ അധികം തിന്നായിട്ട് പരത്തിയെടുക്കരുത്. കുറച്ചൊരു കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊന്തി വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ഇത് നന്നായിട്ട് പൊന്തി വരും. തിരിച്ചിട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. ആദ്യത്തെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഫ്ലെയിം കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ബ്രൗൺ കളർ ആയത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഇതിൽ നമ്മൾ മാവ് കുഴച്ചെടുത്തപ്പോൾ തൈരാണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരം എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗ് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പറാത്തയാണ്. ഇത് ഏത് കറിയുടെ ഒപ്പവും വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. വെജ് കുറുമിയോ അല്ലെങ്കിൽ തന്നെ ചിക്കൻ കറിയോ എഗ് റോസ്റ്റോ എന്തായാലും കുഴപ്പമില്ല. എല്ലാത്തിൻ്റെ കൂടിയും നല്ല കോമ്പിനേഷനാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലെ സെയിം ടേസ്റ്റ് കിട്ടുന്ന വെജ് കുറുമയുടെയും അതുപോലെ തന്നെ എഗ് റോസ്റ്റിൻ്റെ എല്ലാം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത്. ഇതിന് ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അത്രയും സോഫ്റ്റ് ആണ്. പുറമേക്ക് ചെറിയ ക്രിസ്പി ആയിട്ട് അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പറാത്തയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.